ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നത് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി ഒരു നല്ല തിരക്കഥാകൃത്തെ കണ്ടെത്തി, ഒരു ഡയറക്ടറെ കണ്ടെത്തി, ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാറാക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. ആ പ്രൊഡ്യൂസറാണ് മുൻകൈ എടുക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. എന്താണ് ഇവിടെ? നമുക്കൊരു ആർട്ടിസ്റ്റിനെതിരെ പറയാൻ പോലും ഇപ്പം ഇവൻ പറ്റത്തില്ല. എന്താണ് സംഭവം? അതായത് നമ്മുടെ അടുത്തേക്കാണോ വരുന്നതെന്ന് നോക്കിയിട്ടിട്ട് അറ്റാക്ക് ചെയ്യുക. എന്തൊക്കെയാണ് തെറിവിളികൾ, എന്തെല്ലാം സാധനങ്ങളാണ്. നിങ്ങൾ ഞാനിടുന്ന പോസ്റ്റിന്റെ അടിയിൽ നോക്ക്, ആരുടെയൊക്കെ പേരാണ് വരുന്നത്, ആരുടെയൊക്കെ ഫാൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്ക്. ഞാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞോ? അതായത് എനിക്ക് ചിലപ്പോൾ നമുക്ക് ഇമോഷൻസ് വരുമായിരിക്കാം. കാരണം നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, റിസ്ക് ഉള്ളതുകൊണ്ടിട്ട്. പ്രതികരിച്ചിട്ടില്ല. ഞാൻ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. എപ്പോഴും സുഗമമായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളിലെ നിന്നൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മൂഡ് സ്വിങ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മുടെ തന്നെ വിഷയമാണെന്നില്ല, വേറെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് പല പ്രോബ്ലംസ് വരാം. അതുകൊണ്ടിട്ടൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സിനിമകളിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ആ സിനിമകളിലെ കാര്യങ്ങൾ ചർച്ചയാവുന്നത്, ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. നമ്മളെപ്പോലെ ഒരാൾ, അതായത് ഞാൻ പറഞ്ഞ നമ്മൾ അസോസിയേഷനിലൊക്കെ നിൽക്കുന്നു, നമ്മളൊക്കെ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ വന്നിട്ട്. എനിക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പം ഇവന് പറ്റുന്നില്ല എങ്കിൽ, എനിക്ക് എൻ്റെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ലെങ്കിൽ, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു നിർമ്മാതാവിനെ എങ്ങനെയാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? എന്നെ കൊണ്ടിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് എനിക്ക് എന്താ പറയുക, അസോസിയേഷനെ സമീപിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ ഒരു അസോസിയേഷന്റെ തലപ്പത്ത് ഇരിക്കുന്നു, അവരിൽപ്പെട്ട ഒരാളാന്ന് വെച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അസോസിയേഷനിലേക്ക് ആ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനോ ആ ആർട്ടിസ്റ്റിന്റെ പേര് പുറത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടിട്ടാണ്. ഇവിടെ അത്രമാത്രം ആർട്ടിസ്റ്റുകളുണ്ടോ? പ്രചരണം ഞാൻ നടത്തിയ പ്രചരണമാണെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ എന്ത് പ്രചരണമാണ്, ഏത് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് ഞാൻ പ്രചരണം നടത്തിയേക്കുന്നത്? ഞാനിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പബ്ലിസിറ്റി, ഫ്ലെക്സ് ബോർഡുകൾ, റെയിൽവേ ആഡുകൾ, റേഡിയോ ആർട്സ്, TV ആർട്സ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതാ പ്രചാരണം. ഞാൻ നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ, പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും. നാളെ എനിക്ക് സിനിമ എടുക്കണ്ട, എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കത് മതി. നമ്മൾ താരത്തെ പേടിച്ച് നമുക്ക് പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരമാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളും എല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരല്ലേ നിങ്ങളെല്ലാം. നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവരെ വലിയ ആളാക്കിയേക്കുന്നത്. വലിയ ആളാക്കി കഴിയുമ്പോൾ എൻ്റെ ഫാൻസ് എന്ത് ചെയ്യും? എൻ്റെ ഫാൻസ് എന്നെ ഇല്ലാണ്ടാക്കുമോ? എന്നെ ഇല്ലാണ്ടാക്കട്ടെ. എന്താ ഇല്ലാണ്ടാക്കുന്നത്? അല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ പറയിക്കരുത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എനിക്കെതിരെ നടക്കുന്ന അറ്റാക്കുകൾ, എന്നെ ഫ്രോഡ്, മായ, കൂവ് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത്. ഇന്ന ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നു, അവൻ കീജയ് എന്ന് പറയുന്നു. എൻ്റെ ഇപ്പോൾ ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ എന്താ പറയുക, വേറൊരു ഇഷ്യൂ നടന്നു. എൻ്റെ പരിപാടി കഞ്ചാവ് കൃഷിയാണോ? ഞാൻ അറിഞ്ഞിട്ടാണോ അവിടെ കഞ്ചാവ് പിടിക്കുന്നത്? എന്നോട് ചോദിച്ചിട്ട് എൻ്റെ പെർമിഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാം. ഞാൻ നടത്തുന്ന 3-4 സിനിമകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തരെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിടിക്കുന്നയാളെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും.